വേദന ഉണ്ട് അല്ലേ? അല്ല, പ്ലാസ്റ്റർ അഴിച്ചിട്ടും ഒരു വളവുണ്ടല്ലോ. അത് പണ്ടത്തുള്ള വളവാണ്. ആ, ചെറുപ്പത്തിലുള്ളതാണ്. ഒരു 35 രൂപയുടെ കരിക്കിന് വേണ്ടിയിട്ട് ഈ പ്രായത്തിൽ ആരെങ്കിലും തെങ്ങുമ്പ് കയറൂ? അത് ഭാര്യക്ക് കടയിൽ നിന്ന് മേടിച്ചു കൊടുത്താ പോരെ? അതാ അവള് പറഞ്ഞിട്ടാണ് ഞാൻ കയറിയത്. ആ, ശല്യം ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതാവും. നീരുണ്ട്. ഞാനൊരു ഓയിന്റ്മെന്റ് തന്നിട്ടില്ലേ? ഒരു ഓയിന്റ്മെന്റ് തന്നിട്ടില്ലേ? അതൊരു മാസം പുരട്ടണം. ഒരു മാസം പുരട്ടിയതാണ്. ഒന്നാമത് ഈ ഹോസ്പിറ്റലിൽ നിന്നും വന്നത് പ്ലാസ്റ്റർ ഇട്ടാ ശരിയാവില്ല. വീട്ടില് വന്ന് കണ്ടാ മതിയായിരുന്നില്ലേ? എന്റെ അതിന് കാശ് തരണ്ടേ? പിന്നെ കാശ് ചെലവാകും. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വേദന കൊണ്ടിരിക്കേണ്ടി വരും. ആ, ഭാര്യയോട് പറഞ്ഞു ഭാര്യനെയും കൂട്ടിയിട്ട് മാറിയില്ലെങ്കിൽ വീട്ടിൽ വന്നാ മതി കേട്ടാ. ആ, ശരി, പൊക്കോളൂ പൊക്കോളൂ പൊക്കോളൂ. ഒന്ന് പൊക്ക് സാറേ. ആ, അയ്യോ, പതുക്കെ പതുക്കെ ഇറങ്ങിക്കോളൂ, ഇറങ്ങിക്കോളൂ. ഈ കാല് കഴിയുന്നത് ഊന്നണം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഊന്നി നടക്കണം, മടക്കിയിട്ട് ഇങ്ങനെ നടക്കണം ഈ കാല്. ആ, റെസ്റ്റ് കൊടുക്കരുത്, എപ്പോഴും എക്സസൈസ് ചെയ്യണം കേട്ടോ. ആ, പിന്നെ എണ്ണ ഉപയോഗിക്കരുത് കേട്ടാ. അയ്യപ്പ പൊരിച്ചോ വറുത്തൊന്നും കഴിക്കാൻ പാടില്ലേ? അതല്ല, ഈ കാലിലെ എണ്ണ ഒന്നും പുരട്ടരുത്. ഓയിന്റ്മെന്റ് മാത്രമേ തേക്കാവൂ. ആ, പൊക്കോളൂ. വീട്ടിലെ വന്ന് കണ്ടിരുന്നെങ്കിൽ ഇപ്പൊ മാറിപ്പോയി. സാർ നമസ്കാരം. എന്തേ? അല്ല, അന്ന് ഡോക്ടർ നോക്കിയിരുന്നല്ലോ. ഞാനാണോ നോക്കിയത്? അതെ, മറ്റേ പട്ടി കുറുകെ ചാടിയിട്ട് കയ്യിന് എല്ല് പൊട്ടിയിട്ടേ. ആ, വീട്ടിൽ വന്ന് കണ്ടിരുന്നു എന്നെ? ഇല്ല, വീട്ടിൽ വന്ന് കണ്ടിട്ടില്ല. അതാണ് ഓർമ്മ കിട്ടാത്തത്. നമ്മളിപ്പോ ഇവിടെ ആര് വന്നാലും വീട്ടിൽ വന്ന് എന്നെ കാണുമായിരുന്നു. അപ്പൊ അവരൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ടാവും. ഇവിടെ ഒരുപാട് പേര് വരുന്നോണ്ട് അങ്ങനെ ഓർക്കാറില്ല. ഇതിപ്പോ എന്നാണ് ക്ലാസ് ഇട്ടത്? ഇത് 4 ദിവസമായി. പിന്നെന്തിനപ്പോ വന്നൊരു 15 ദിവസം കഴിഞ്ഞിട്ട് വരാനാവില്ല പറഞ്ഞിട്ടുണ്ടാവുക? അതെ, ഇതിന് 15 ദിവസം കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് വന്നാ മതി. അപ്പൊ വന്നാ മതി. അതുവരെ ഇതിങ്ങനെ ഇളക്കാതിരിക്കുക കേട്ടോ. അതല്ല ഡോക്ടറെ, ഈ തെരുവ് നായ കൊണ്ടുണ്ടാവണ അപകടങ്ങൾക്ക് പൈസ കിട്ടും പഞ്ചായത്തിൽ നിന്ന്. അത് കിട്ടും കിട്ടും. അപ്പം അതിനൊന്ന് ആപ്ലിക്കേഷൻ കൊടുക്കാന്ന് വിചാരിച്ചേ. അതെന്താ അറിയോ, ഇതിപ്പോ പൊട്ടി എത്ര കണ്ട് ചെലവായിട്ടുണ്ട്, ഇനി എത്ര ദിവസം വെറുതെ ഇരിക്കാൻ പറ്റും, അങ്ങനെയൊക്കെ നമ്മൾ സർട്ടിഫിക്കറ്റ് ചെയ്യണം. അപ്പൊ ഡോക്ടർ ഒരു സർട്ടിഫിക്കറ്റ് തരികയാണെങ്കിൽ ഞങ്ങൾ അവിടെ കൊണ്ടുപോയി കൊടുക്കാം. അതിനെന്താ, അത് തരാലോ. ഇപ്പൊ ഇവിടുന്ന് ഇപ്പൊ അതിന്റെ ഫോമൊക്കെ എടുത്തിട്ട് നമ്മളത് ഫില്ല് ചെയ്തിട്ട് സീൽ വെച്ച് തരുമ്പോ ഒരു 2 ആഴ്ചയൊക്കെ പിടിക്കും. കാരണം അത് അവരവിടുന്ന് എടുത്ത്, ഒരുപാട് സ്റ്റാഫുള്ള അവരവിടുന്ന് എടുത്ത് തന്നിട്ട് വേണം അത്. അയ്യോ സാറേ, ഇതിപ്പോ ഇന്ന് കിട്ടിയാൽ നമുക്ക് നാളെ കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ്. അത് പറ്റും. വീട്ടിലേക്ക് വന്നാൽ മതി. വീട്ടിലെ ഫോമൊക്കെ ഇരിക്കുന്നുണ്ട്. അതെടുത്തിട്ട് ഞാനത് ഫില്ല് ചെയ്തിട്ട് തരാം. അപ്പൊ അതങ്ങനെ ആകുമ്പോ അത് ഇവിടെ കൊടുന്ന് സീൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് നാളെ തന്നെ കൊണ്ടു കൊടുക്കാൻ പഞ്ചായത്തിന്റെ. ഞാനെന്നും ഹോസ്പിറ്റലിൽ 5 മണി വരെ ഉണ്ടാവുള്ളൂ. 5 മണി കഴിഞ്ഞാൽ 9 മണി വരെ എന്നും വീട്ടിലാണ് ചികിത്സ. അപ്പൊ നിങ്ങൾ ഇന്ന് തന്നെ 5 മണിക്ക് 500 രൂപ ഇട്ടുണ്ട് വീട്ടിലേക്ക് വന്നോളൂ. 500 രൂപ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പൊ ഞാനിത് ഫോം ഫില്ല് ചെയ്ത് തരാം. അപ്പൊ സാറ് ഞങ്ങൾ അവിടെ വന്നാലും സീല് വെക്കാൻ ഇവിടെ വരണ്ടേ? വരണം. അപ്പൊ എന്നാ സാറ് നാളെ വരുമ്പോ ഇന്ന് ഒപ്പിട്ടിട്ട് കൊണ്ടുവന്ന സീല് വെച്ച് ഇവിടുന്ന് മേടിക്കാല്ലോ. അല്ല, നാളെ ഞാൻ ലീവാ. ഇനി ഒരാഴ്ച ഞാൻ ലീവാണ്. കാരണം അവിടെ കുറെ പേഴ്സണ്ട്, അവരെ നോക്കണം. അതുകൊണ്ട് ഇവിടെ ലീവാ ഞാൻ. നിങ്ങൾ അവിടുന്ന് പഞ്ചായത്തിലേക്ക് നാളെ വരണതിന്റെ മുമ്പ് നേരെ ഇവിടെ വന്ന് ഉണ്ണിയെ കൊണ്ടൊരു സീലേക്ക് 50 രൂപ കൊടുത്തിട്ട് എന്നിട്ട് നേരെ പഞ്ചായത്ത് പോയിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്ക്. കിട്ടാനുള്ള കാശ് എന്തിനും നമ്മൾ മേടിക്കാണ്ടിരിക്കുന്നത് കേട്ടോ. പോയിക്കോളൂ. ശരി ശരി. 5 മണിക്ക് കേട്ടോ വന്നു. കയ്യെ ഇളക്കരുത് കേട്ടോ. ഇളക്കരുത്. ഇല്ല. അങ്ങനെയാണ് ബുദ്ധിയുള്ളവരങ്ങനെയാ. കാര്യങ്ങൾ നടക്കണമെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നറിയാം. അല്ലാത്തവരിങ്ങനെ മാസങ്ങളോളം വേദന അനുഭവിച്ചിരിക്കുക. ആൾക്കാർ കേൾക്കൂട്ടാ. ഇത് അകത്തിരുന്നാ മതിന്ന് ഞാൻ പറഞ്ഞല്ലേ. ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതല്ലേ, ഒരു വെളിച്ചം കെട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അതിന്റെ ഉള്ളിലിരുന്ന് മടുത്തു. അതേ, സത്യത്തിൽ ഒരു TV ഒക്കെ വേണം കേട്ടോ വീട്ടില്. വേണം പറയാ. വേണ്ട. വെറുതെ വീട്ടിലിരിക്കുമ്പോഴാണ് TV ഒക്കെ ഉണ്ടാക്കാൻ നല്ലത്. പിന്നെ അത്യാവശ്യം
അല്ലേ? ബാക്കിയെല്ലാം തികഞ്ഞിരിക്കും ഇവിടെ. അല്ല എന്നാലും കഥ വന്നു. രാഘവേട്ടാ, എന്താ നിങ്ങള് വിചാരം? വാടക എത്ര മാസമായി തന്നിട്ട്? വാടക തരണ്ടത്. അതെപ്പ തരല്? കൈക്കിൽ ഇപ്പൊ പൈസ ഇല്ലാണ്ടാണ്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഞാൻ ഈ വീട് വാടക കൊടുത്തിട്ട് ജീവിക്കുന്ന ഒരു പാവപ്പെട്ടവനാണ്. എനിക്ക് ഈ പൈസ കിട്ടാണ്ടാവില്ല. അല്ല രാഘവേട്ട അറിഞ്ഞില്ലേ വണ്ടിന്ന് വീണത് കയ്യൊക്കെ? ആ വണ്ടിന്ന് വീണ അതൊന്നും എനിക്ക് അറിഞ്ഞിട്ട് കാര്യമില്ല. അത് എനിക്ക് പൈസ തന്നെ വേണം. അത് ഇപ്പൊ നിങ്ങൾക്ക് സൂക്കാടാന്ന് പറഞ്ഞാലൊന്നും എനിക്ക് നിൽക്കാൻ പറ്റില്ല. അല്ല കയ്യിൽ ഇപ്പൊ പൈസ ഇല്ല, ഞാൻ എങ്ങനെ തരാനാ രാഘവേട്ടാ? എന്നാ നിങ്ങൾ വീട് ഒഴിഞ്ഞേന്നേ, ഞാൻ വേറെ കൊടുത്തിട്ട് വാടക പണിക്കൂലേ? അങ്ങനെയൊന്നും പറയല്ലേ രാഘവേട്ടൻ, ഞങ്ങളുടെ അവസ്ഥ പിന്നെ ഞാൻ എങ്ങനെ പറയണ്ടേ? പിന്നെ രാഘവേട്ടാ, നിങ്ങളിപ്പോ ഇവിടുന്ന് പുറത്തേക്ക് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ പെരുവഴിയിലാവും. അതൊന്നും എനിക്ക് ആലോചിച്ച് അങ്ങനൊന്നും എനിക്ക് സഹതാപമൊന്നും നടന്നാൽ എന്റെ കാര്യം നടക്കൂല. എനിക്ക് ഇപ്പം വാടക കിട്ടണം. എപ്പോ തരും അതാ പറയണ്ടേ. പിന്നെ മാത്രല്ല രാഘവേട്ടൻ വലിയ മനസ്സുള്ള ആളല്ലേ, ഇതും കൂടി ഒന്ന് ക്ഷമിക്കും. അങ്ങനെ വലിയ മനസ്സൊന്നും എനിക്കില്ല. പൈസന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു മനസ്സേ ഇല്ല എനിക്ക്. അല്ല ഇപ്പൊ കുറച്ച് പൈസ കിട്ടാനുണ്ട്, അപ്പൊ തരാം. എപ്പോ കിട്ടും? എപ്പോ കിട്ടുന്നത്? ഒരാഴ്ച, ഒരാഴ്ച, മൂന്നാഴ്ച. മൂന്നാഴ്ച ഉള്ളിൽ കിട്ടും. 3 ആഴ്ച ഉറപ്പാന്നല്ല? ഓ 3 ആഴ്ച ഉറപ്പ്. എന്നാ പിന്നെ ഉറപ്പാണ്. ഇല്ലെങ്കിൽ വീട് കഴിഞ്ഞാൽ ഓ വേറെയും കുറെ ആൾക്കാരെ കൊടുക്കണ്ടേ? അപ്പൊ ഇതിന് കിട്ടിക്കഴിഞ്ഞാൽ അല്ലാണ്ട് കൊടുക്കും. ആ പാട്ടി പൈസ കിട്ടിയിട്ട് ഇയാളുടെ കൊടുത്തു തീർത്താ ഒരു സമാധാനം കിട്ടും. ഏട്ടാ എന്നാലും ഇവിടെ വന്ന ഒറ്റണത്തിന് മനുഷ്യത്തല്ല കേട്ടോ. അവർക്ക് എന്തിനാ മനുഷ്യത്വം? അവര് വാടക വെച്ചില്ലേ? അല്ല എന്നാലും ഈ കൈ കാണുമ്പോ ഒന്നും ചോദിക്കൂലേ ഇങ്ങനെ ഉണ്ടെന്ന്? അവര് വാടക ചോദിച്ചില്ലേ? അവർക്ക് വാടകയല്ലേ കാര്യം. പിന്നെ അതുപോലെ മന്മഥൻ വന്നിട്ട് അവന്റെ സ്കൂട്ടറിന് ചെലവായിട്ടുള്ള പൈസ, അവർക്ക് അതല്ലേ കാര്യം. അവരത് ചോദിച്ചു, അതന്നെ. ഇതിപ്പോ ഇങ്ങനെ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. നമുക്കൊരു കാര്യം, ഇപ്പൊ ഇന്ന് പോയാൽ നടക്കുവോ? ഇന്നിപ്പോ പഞ്ചായത്തിൽ പോയ സമയം കഴിഞ്ഞില്ലേ? സമയം കഴിഞ്ഞു. നാളെ രാവിലെ തന്നെ പോവാം. ഇന്ന് രാവിലെ പോണം. നാളെ രാവിലെ പോയിട്ട് അവരോട് പറയാം ഉച്ചയ്ക്ക് തന്നെ പൈസ തരണമെന്ന്. അപ്പൊ വൈകിട്ട് ഇവർക്ക് കൊടുക്കാമല്ലോ. അങ്ങനെ തരുമോ? ചോദിച്ചു നോക്കാം, നമ്മുടെ അത്യാവശ്യമില്ലേ. ഇത് എങ്ങനെ വിറ്റുകളിത് ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കണമാണാവത്? ഒരു മൂടിയില്ല. സമ്മതിക്കണം. നമസ്കാരം. നമസ്കാരം. ഇരിക്കും. ഇതില് മരുന്നിന്റെ ബില്ലൊക്കെ ഉണ്ട്. അതിന് ഞാൻ നിങ്ങളോട് മരുന്ന് വാങ്ങാൻ പറഞ്ഞില്ലല്ലോ. അല്ല ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റും മരുന്നിന്റെ ബില്ലും വേണോന്ന് പറഞ്ഞു. ആര്? എല്ലാരും പറഞ്ഞു. എന്താ സംഭവം? അല്ല മറ്റേ സാറേ, മറ്റേ പട്ടിയുടെ പൈസ വേണം. ഏത് പട്ടിയുടെ? തെരുവ് പട്ടിയുടെ പൈസ. നിങ്ങളിപ്പോ എവിടേക്കാ വന്നത്? നിങ്ങൾ സ്ഥലം വല്ലതും തെറ്റിയുണ്ടോ? ഇത് പഞ്ചായത്ത് ഓഫീസാണ്. അതെ, പഞ്ചായത്തിൽ കൊടുക്കാനാ പറഞ്ഞത്. എന്ത് കൊടുക്കാൻ പറഞ്ഞ? എന്ത് വിഷയം എന്താന്ന് പറയൂ ആദ്യം. സാറേ, ഞാൻ ഒരു ദിവസം ജോലി കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് പട്ടി കുറുകെ ചാടി. പട്ടീനെ ഇടിച്ചു, വണ്ടി ഇടിച്ചു. അല്ല പട്ടി ഇങ്ങോട്ട് വന്ന് ഇടിക്കുക ചെയ്തു സാറേ. അതന്നെ ഞാൻ ഉദ്ദേശിച്ചത്, അതന്നെ വണ്ടി ഇടിച്ചു പട്ടീനെ. അതെ, എന്തായാലും വണ്ടി വീണു, ഞാനും വീണു. കയ്യിനിപ്പോ ഒരു പൊട്ടുണ്ട്. അപ്പൊ അത് ആശുപത്രിയിലല്ലേ പോയി. അപ്പൊ അത് ഈ പട്ടി ഇങ്ങനെ കുറുകെ ചാടുക ചെയ്ത് കഴിഞ്ഞാൽ അതിന് പഞ്ചായത്തിന് പൈസ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ തെരുവ് പട്ടിയുടെ ശല്യം കൊണ്ടുള്ള പൈസ. അപ്പൊ പിടുത്തം കിട്ടി. ഇപ്പൊ സംഭവത്തിലേക്ക് വന്നു. അതായത് ഇപ്പോ ഇത് ഏതാ പട്ടി? പട്ടിക്ക് വല്ലതും പറ്റിയോ? പട്ടിക്കൊന്നും പറ്റില്ല. ഇല്ല. ഏത് പട്ടിയാ? ഏതോ ഒരു പട്ടി സാറേ. അല്ല, ഇത് ഏത് ഉടമസ്ഥന്റെ ആണ്? വല്ല വീട്ടുകാരെങ്കിലും അറിയോ പട്ടിയുടെ? അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ചുവന്നിട്ടൊരു പട്ടിയാണ്. അതായത് തടിയൊന്നുമില്ല, അങ്ങനെ മെലിഞ്ഞിട്ട് ഒരു അലഞ്ഞു കിടക്കണ പട്ടിയാണെന്ന് തോന്നുന്നുണ്ട്. ചുവപ്പ് നീലാന്നൊന്നും പറഞ്ഞിട്ട് ഇപ്പൊ പട്ടിയുടെ കാര്യത്തിൽ അങ്ങനെ നിറത്തിന് പരിഗണന ഒന്നുമില്ല. അത് റേഷൻ കാർഡിനെ ഉള്ളൂ. അതെ.